പ്രതിഷേധങ്ങൾക്കിടെ വിവാദ ചലച്ചിത്രം കേരള സ്റ്റോറി ദൂരദർശൻ ഇന്ന് സംപ്രേഷണം ചെയ്യും. വൈകിട്ട് 8 മണിക്കാണ് പ്രദർശനം. കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചത്. ഭിന്നിപ്പ് ലക്ഷ്യമിട്ട് നീങ്ങുന്ന നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ കേരള സ്റ്റോറി ഇത്തരത്തിലൊരു വലിയ വിഭാഗീയത സൃഷ്ടിച്ചതാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത് അതും ദൂരദർശൻ വഴി പ്രദർശിപ്പിക്കുന്നതിൽ ചില ദുഷ്ടലാക്കുണ്ട് എന്നാണ് കേരളത്തിലെ മുന്നണികൾ പ്രതികരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സമഗ്ര ചിത്രം? അജിംഷാദ്, ഈ കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ വിവാദങ്ങൾ സംസ്ഥാനത്ത് രാജ്യത്താകെ ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് പിന്നീട് അടങ്ങിയതാണ്. എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അത് രാജ്യത്തിന്റെ, അതായത് ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ വിതരണ സ്ഥാപനമായ ദൂരദർശൻ വഴി അത് സംപ്രേഷണം ചെയ്യാൻ ഇന്ന് വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ദൂരദർശനിൽ. എന്നാൽ അത് തടയണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പരാതി അടക്കം നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. അതോടൊപ്പം മുഖ്യമന്ത്രി വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉയർത്തുകയുണ്ടായി. ഇത് കേരളത്തിന്റെ മതസൗഹാർദ്ദ തരത്തിൽ ജീവിക്കുന്ന ഒരു ജനതയോടുള്ള വെല്ലുവിളിയാണ് എന്നത് തന്നെയാണ്. നേരത്തെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയും ഇത് സൊമാലിയാണ് എന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജയിക്കാൻ കഴിയില്ല എന്ന ഒരു ആത്മവിശ്വാസം പോലും ഇല്ലാതായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഈ കേരള സ്റ്റോറി എടുത്ത് കേരളത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഔദ്യോഗിക വാർത്താ വിതരണ സ്ഥാപനം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് അന്വേഷണ ഏജൻസികളെ അടക്കം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന ആക്ഷേപം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭരണ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരുപോലെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതി നൽകും, ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ തരത്തിൽ അപനിർമ്മിതിയാണ് ഈ സിനിമ. കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയാണ് ഈ സിനിമ എന്ന ആക്ഷേപമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ ഈ കേരളത്തിൽ നിന്ന് സ്ത്രീകളെ വ്യാപകമായി മതം മാറ്റി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ വസ്തുതാപരമായ നിരവധി പിശകുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവയെല്ലാം തിരുത്തേണ്ടി വന്നു. 32,000 സ്ത്രീകളെ കേരളത്തിൽ നിന്നും ഇതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് സിനിമ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് പരാതികൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. 10ഓളം വളരെ ആളുകളെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള 10ഓളം സീനുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. പിന്നീട് പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻസർ ബോർഡ് ഈ 10 സീനുകളും ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ നിലയിൽ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അത്തരത്തിലുള്ള ഒരു കേരള സ്റ്റോറിയാണ് ദൂരദർശനിലൂടെ, അതും ദൂരദർശനിലൂടെ വരുന്നു എന്നത് അത് ഒരു ഭീകരമായ ചിത്രമാണ്. അത് നൽകുന്ന സന്ദേശം എന്നൊക്കെയാണ് വിവിധ മുന്നണികൾ ഉന്നയിക്കുന്നത്.